ഈ ക്ഷേത്രത്തിന്റെ പിന്നിലെ ഇതിഹാസം നിങ്ങൾക്കറിയാമോ? വേണാടിന്റെ പുരാതന തലസ്ഥാനമായ പത്മനാഭപുരത്ത് സൈനികർ രാത്രികളിൽ കോട്ടകാവൽ നിന്നിരുന്നു. എന്നാൽ മേലാങ്കോട്ട് അവിടെ ഇരുട്ടിനെ നിയന്ത്രിച്ചിരുന്നത് ഒരു ഭീകര യക്ഷിയായിരുന്നു. രാത്രികാവൽ നിന്നവർ പ്രഭാതത്തോടെ ബോധരഹിതരായി കണ്ടെത്തപ്പെടുമായിരുന്നു. ഒരു ദിവസം ആ ഭയപ്പെടുത്തുന്ന കാവൽ സ്ഥാനത്ത് ഗണപതിയെ അത്യന്തം ഭക്തിയോടെ ആരാധിച്ചിരുന്ന ഒരു സൈനികനെയാണ് നിയോഗിച്ചത്. കാവൽ ദിവസത്തിന്റെ രാവിലെ വള്ളിയൂർ നദിയിൽ കുളിക്കുമ്പോൾ അവന്റെ കാൽ ഒരു വസ്തുവിൽ തട്ടി. അത് ഒരു കല്ലെന്ന് അവൻ കരുതി. പക്ഷേ അത് ഗണപതിയുടെ ഒരു വിഗ്രഹമായിരുന്നു. ആ രാത്രി അവൻ ആ വിഗ്രഹം കയ്യിൽ പിടിച്ച് കാവലിന് പുറപ്പെട്ടു. മേലാങ്കോട്ടിലെ യക്ഷി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ അവിടെ തന്നെ നിശ്ചലമായി. മുന്നോട്ട് കടക്കാൻ അവൾക്കായില്ല. ദൈവിക സാന്നിധ്യത്തിൽ അവളുടെ ശക്തി ലയിച്ചു. സൈനികൻ ഒരു ക്ഷതവും സംഭവിക്കാതെ മടങ്ങി. അന്നു മുതൽ സൈനികർ തന്നെ ഗണപതിയെ അവരുടെ സംരക്ഷകനായി, യുദ്ധദേവനായി ആരാധിക്കാൻ തുടങ്ങി. പിന്നീട് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ ആ സംരക്ഷകനും കൂടെ യാത്ര ചെയ്തു. ഇതാണ് പഴവങ്ങാടി ഗണപതിയുടെ കഥ. ഓരോ മാസവും 1,00,000 തേങ്ങകൾ അർപ്പിക്കപ്പെടുന്നിടം. വിശ്വാസം ഇന്നും അടിയറവില്ലാതെ നിലകൊള്ളുന്ന ഇടം.